മലപ്പുറം താനൂരിൽ നിന്ന് പെൺകുട്ടികൾ നാടുവിട്ട സംഭവത്തിൽ പോലീസ് സംഘം മുംബൈയിലേക്ക് തിരിക്കുന്നു. മുംബൈയിലെ സലൂണുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തും. അതിനിടെ കുട്ടികളെ കാണാതായ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും എസ് പിക്കും സ്കൂൾ അധികൃതർ പരാതി നൽകി. ഇതിന്റെ പിന്നിൽ ഈ കുട്ടികളെ സഹായിച്ച ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി എങ്ങനെ ഇവരുമായി സൗഹൃദം സ്ഥാപിച്ചു? ഈ കുട്ടികളുമായി ഒപ്പം പഠിക്കുന്ന വ്യക്തിയല്ല, അതല്ലെങ്കിൽ ആ കുട്ടികളുടെ നാട്ടുകാരനല്ല. എടവണ്ണ എന്ന പ്രദേശത്ത് ഒരു മാസമായി വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തി ഈ കുട്ടികളുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. അവർ കൂടെ സഹായിയായി മുംബൈയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഒരു ആശങ്ക വലുതാണ്. ഹലോ മേരി പ്യാരി യൂട്യൂബേഴ്സും, എന്തൊക്കെയാണ്? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ താനൂരിലെ പെൺകുട്ടികൾ കാണാതായ കേസ് എവിടേക്കൊക്കെയോ ആണ് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കേരള പോലീസ് മുംബൈയിലോട്ട്, അതായത് ആ പാർലർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് റഹീമും കറക്റ്റായിട്ട് ആ പെൺകുട്ടികൾ മലയാളിയുടെ ബ്യൂട്ടി പാർലറിൽ തന്നെ എത്തിയതുമാണ് അതിനുള്ളൊരു കാരണമെന്ന് പറയുന്നത്. ഈ ആംബിയൻസ് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട, നമ്മളിന്ന് വീടിൻ്റെ അകത്ത് കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ആയതുകൊണ്ട് നമ്മളിന്ന് പുറത്ത് വന്നിരുന്ന് സമാധാനത്തോടെ ഷൂട്ട് ചെയ്യാണ്. അതാണ് നമുക്ക് പ്രകൃതി നല്ല കാഴ്ചകളൊക്കെ കാണാം. പുറകിൽ ചക്കമരമൊക്കെ ഉണ്ട്, കണ്ടോ? ഒരുപാട് ചക്കകളൊക്കെ ഉണ്ട്, കണ്ടോ? പണിവരണം പറിക്കാം. ആർക്കാ ചക്ക വേണ്ടത്? ഓക്കെ, നമുക്കപ്പോൾ വിഷയത്തിലോട്ട് വരാം. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ആ ഒരു പയ്യൻ, അവൻ ആരാണ്, അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഈ കാര്യങ്ങളിലാണ് ഒരുപാട് പേര് കൺഫ്യൂസ്ഡായി നിൽക്കുന്നത്. എന്തിനാണ് ഇയാൾ ഈ പെൺകുട്ടികളെ സഹായിച്ചത്? അതായത് ഇപ്പം വീട്ടിലെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഏതൊരാളാണെങ്കിലും ഒരു മാസം പരിചയമായിട്ടുള്ളൂ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതൊരാളും ഈ ഒരു പെൺകുട്ടികളെ പറഞ്ഞ് പിന്മാറ്റാനാണ് ശ്രമിക്കുക. അല്ലെങ്കിൽ അവർക്കത് നാളെ ദോഷം ചെയ്യുമെന്ന ബോധം ഉണ്ടാവുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ഈ ഒരു കാര്യത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മുംബൈ വരെ പോകത്തില്ല. പക്ഷേ ഈ പയ്യൻ എന്ത് ചെയ്തു? ഈ കാര്യങ്ങളിലൊക്കെ വിപരീതമായിട്ട് ഈ പെൺകുട്ടികളെ എക്സാം പോലും എഴുതാതെ ഈ പെൺകുട്ടികളെ മുംബൈ വരെ എത്താൻ വേണ്ടി ഇവൻ സഹായിച്ചു. പിന്നെ കറക്റ്റ് ആ ബ്യൂട്ടി പാർലർ എത്തിയത്. ഇതൊക്കെയാണ് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ദുരൂഹത വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ ആണ് ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് റോൾ വഹിച്ചിട്ടുള്ളത്. വേറൊന്നും കൊണ്ടല്ല, ഈ പയ്യനുമായിട്ട് പരിചയപ്പെട്ടത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. ഒരു മാസത്തെ പരിചയത്തിൻ്റെ ഉറപ്പിൻ്റെ മേലാണ് ഈ പെൺകുട്ടികൾ ഈ പയ്യൻ്റെ വാക്കും വിശ്വസിച്ച് ഗൈഡൻസിൽ മുംബൈ വരെ എത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് ഇപ്പോഴത്തെ സൊസൈറ്റിയിലെ പെൺകുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട 1-2 മാസം മാത്രം പരിചയമുള്ള പുരുഷന്മാരുമായിട്ട് നാട് കറങ്ങാൻ പോകാൻ പറ്റുന്നത്? അത് ഏറ്റവും വലിയൊരു ചോദ്യമാണ്. അങ്ങനെയുള്ള ഒരു പരിചയമാണോ ട്രസ്റ്റിൻ്റെ പീക്ക് ലെവൽ എന്ന് പറയുന്നത്? അതെയോ? നമുക്ക് നമ്മുടെ ദിവസത്തിൽ ഈ 365 ദിവസം കാണുന്ന ആൾക്കാരെ പോലും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ ഒരാഴ്ച 1 മാസം പരിചയമുള്ള ആൾക്കാരുടെ കൂടെ പോകുന്നത് എന്തുറപ്പിലാണ്? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വമില്ലേ? ഇനി നമുക്ക് നമ്മുടെ സലൂണിലെ ചേച്ചീൻ്റെ ഒരു വീഡിയോയും കൂടെ കണ്ടു നോക്കാം. കാരണം അവർ ഇതുമായിട്ട് ഒരൊന്നും റിലേറ്റഡ് അല്ല എന്നാണ് അവർ പറയുന്നത്. നമുക്ക് അവർ പറയുന്നത് എന്തൊക്കെയാണെന്നൊന്ന് കാണാം. ഓർക്കപ്പുറത്ത് അവരിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ തന്നെ എന്താണ് ചെയ്തത്, എന്താ എൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്, വേറെ വല്ല സലൂണിൻ്റെയാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും അപ്പം പറയാൻ കിട്ടിയില്ല. അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ പോയി ഇതേപ്പറ്റിയൊക്കെ ആലോചിക്കുന്ന, നല്ല ഇത് സെർച്ച് ചെയ്യുന്ന, ഇത് ആരാണ് ഈ ആരോപണം ഉണ്ടാക്കിയ ആളാരാണ്? ഒരു സന്ദീപ് വാര്യറാണ് ഇട്ടിരിക്കുന്നത്. അയാൾക്ക് എന്നോട് എന്ത് വിരോധം എനിക്കറിയത്തില്ല, ഞാൻ അയാളെ അറിയത്തില്ല, അയാൾ എന്നെ അറിയുമെന്ന് തോന്നുന്നില്ല. പ്രശസ്തിയാകാൻ വേണ്ടി എന്തും എഴുതാം, അതിൻ്റെ ഒരു പ്രൂഫ് ഉണ്ടെന്നാണ് പറയുന്നത്. പ്രൂഫ് കാണട്ടെ. എനിവേ ഓക്കെ, അപ്പോൾ സന്ദീപ് വാര്യറാണ് ഈ ചേച്ചീൻ്റെ പാർലർ എന്താണ് ഇങ്ങനൊരു സെക്സ് റാക്കറ്റുമായിട്ട് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഈ പെൺകുട്ടികളെ അവിടെ എത്തിച്ചത് മനഃപൂർവ്വമാണ്, മറ്റെന്തോ ഉദ്ദേശമുണ്ട് എന്നത് സന്ദീപ് വാര്യറാണ് എഴുതി വിട്ടിട്ടുള്ളത്. അപ്പം ചേച്ചി അതിനെ എതിർത്തിട്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. കാരണം ഇത് എഴുതിയ ആൾ എന്ത് കണ്ടിട്ടാണ് പറയുന്നതെന്ന് അറിയത്തില്ല, തെളിവ് കൊണ്ടുവരട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പാർലറിനെതിരായിട്ട് എന്തെങ്കിലും തെളിവ് വരുമെന്ന് നമുക്ക് നോക്കാം. ബാക്കി കേൾക്കാം. ഞങ്ങൾ ഇനിയിപ്പോൾ നിയമവശമായിട്ട് പോവുകയാണ്, അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. പിന്നെ ഇതിപ്പം ഒത്തിരി വൈറലാകുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആൻസർ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അയാൾ പോസ്റ്റ് ഇടും, അതിൻ്റെ മറുപോസ്റ്റ് ഞാനിടും, അങ്ങനെ പോസ്റ്റ് ഇട്ട് കളിക്കാൻ എനിക്ക് സമയമില്ല. അയാൾക്ക് സമയം കാണും, അയാൾക്ക് പ്രശസ്തി വേണം. എനിക്ക് ഓൾറെഡി എന്നെ എല്ലാവരും അറിയുന്നതാണ് നല്ല രീതിയിൽ. പിന്നെ അത് തേജോവധം ചെയ്യുന്നതിനുള്ള നിയമവശം ഏതായാലും പോകും. ഇത് തന്നെയാണ് സ്ഥാപനം. കോവിഡിന് മുമ്പല്ല, കോവിഡ് കൊണ്ടല്ല പൂട്ടിയത്. ഇത് നേരത്തെ ഒള്ളി ജെൻസ് ആയിരുന്നു. 10 വർഷമായിട്ട് ഒള്ളി ജെൻസ് ഒരു ബാർബർ ഷോപ്പ് ടൈപ്പായിരുന്നു. ഒള്ളി ഇത് ഈ മന്ത്രാലയയിലെ ആൾക്കാർ അടക്കം, ഒറ്റ ലേഡി സ്റ്റാഫ് പോലും ഇവിടെ ഇല്ലായിരുന്നു. ഓക്കെ, എനിക്ക് ഓൾറെഡി ചർണി റോഡിലൊരു ജാവേദ് അബീബ് എന്ന് പറഞ്ഞൊരു ഫ്രാഞ്ചൈസി എടുത്തു. അപ്പോൾ എനിക്ക് ഇച്ചിരി എക്സ്പീരിയൻസ് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഈ കട കാര്യമാക്കിത്താൻ, ഞാൻ നടത്തിക്കോളാം. അപ്പോൾ നമ്മളിപ്പം പഴയ പേരിട്ട് നടത്തണ്ടായല്ലോ, പുതിയ നമുക്ക് എല്ലാവർക്കും ഗ്രോത്ത് അല്ലേ വേണ്ടി. അപ്പോൾ ലാസിയ സലൂൺ എന്ന് പറഞ്ഞ് പേരിട്ടു, അതിനൊരു രജിസ്റ്ററും ചെയ്ത് പേര്. അങ്ങനെ ഞങ്ങൾ ലോറിയൽ കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്ത് നടത്തിയതാണിത്. ഇത് സ്പാ എന്നൊരു ഓക്കെ, അതിപ്പോൾ ഇനിയിപ്പോൾ ആ ചേച്ചിൻ്റെ പാർലറിനെ കുറിച്ചിട്ട് എന്താണെന്ന് പ്രൊമോഷൻ ചെയ്യുകയാണ്. എന്തായാലും ന്യൂസ് ചാനലിലൊക്കെ വൈറലായി. അങ്ങനെയാണെങ്കിൽ സ്വന്തം പാർലറിന് ഒരു പ്രൊമോഷനും കൂടെ ആയിക്കോട്ടെ എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്ന കാര്യങ്ങൾ. കൂടാതെ
കൂടാതെ ഈ സന്ദീപ് വാര്യർ അയാളുടെ ഒരു സംശയമാണ് എഴുതിയത്, സംശയമാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം ഇത്ര കറക്റ്റായിട്ട് മുംബൈ പോലുള്ളൊരു നഗരത്തിൽ മറ്റ് ബ്യൂട്ടി പാർലറുകൾ എത്താതെ കറക്റ്റ് ഒരു മലയാളിയുടെ ബ്യൂട്ടി പാർലർ തന്നെ എങ്ങനെ എത്തി എന്നുള്ളത് ഒരു സംശയമായിട്ടാണ് സന്ദീപ് വാര്യർ ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പം അത് അവിടെ ഇവിടെയും ന്യൂസ് ചാനലും ചെറിയ ചെറിയ സോഷ്യൽ മീഡിയാസിലൊക്കെ ഇതിന് മുമ്പ് ആ പാർലറിൽ കേസ് ഉണ്ടായിരുന്നു. ഞാൻ ഇതിന് മുമ്പ് ചെയ്തൊരു വീഡിയോയ്ക്കകത്ത് ആ ന്യൂസ് ചാനലിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് കഴിഞ്ഞു പോയ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതിലവരിങ്ങനെ പറയുന്നുണ്ട്, ഏതാണ് ഇവരുടെ ആ ഒരു ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു മർഡർ കേസ് ഉണ്ടെന്നോ, അതിന് മുമ്പ് അനാശാസ്യ പ്രവർത്തനത്തിന് ആ പാർലർ എന്താണ് നോട്ടപ്പുള്ളി ആയിരുന്നു അത്തരത്തിലൊക്കെ ഇങ്ങനെ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് സന്ദീപ് വാര്യർ ഇങ്ങനെ ഒരു എഴുത്ത് വിട്ടത്. പുള്ളിക്കാരിയെ തേജോധം ചെയ്യാനാണ്, അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം പറയാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സന്ദീപ് വാര്യർക്ക് ഫേമസ് ആവാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി ഈ ചേച്ചി ഇപ്പം എന്താണ് ന്യൂസ് ചാനലിന് റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിൽ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, സന്ദീപ് വാര്യർ എന്തെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും എതിരെ സംശയപരമായിട്ട് ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ കയ്യിൽ ശക്തമായ തെളിവ് കാര്യങ്ങളൊക്കെ വേണം. ഒരു വിഭാഗം അതാണ് പറയുന്നത്. ഒരു തെളിവില്ലാതെ നമ്മൾ ഒരാൾക്ക് നേരെ എന്തെങ്കിലും ഒരു ആശയം ഉന്നയിക്കുകയാണെങ്കിൽ നാളെ അത് ശരിയെല്ലാം തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് തന്നെയാണ് അവിടെ മോശമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത്. അപ്പോൾ എന്തായാലും പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് സന്ദീപ് വാര്യർ ഉന്നയിച്ചിട്ടുള്ള ആ ഒരു കാര്യം സത്യമാണോ കളവാണോ എന്ന് അന്വേഷിക്കേണ്ടത്. അപ്പോൾ അതുവരെ എന്ത് ചെയ്യാം, നമ്മളാരും സലൂണിൽ ഈ ചേച്ചീനെ എന്താണ് സൈബർ ബുള്ളിങ്ങോ അല്ലെങ്കിൽ സൈബർ ആക്രമണത്തിന് ഇരയാക്കാതിരിക്കുക. ഓക്കെ, ഓരോരുത്തർ എന്നെ വന്ന് നോക്കുന്നുണ്ട്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടോ, എന്നാരെയും പിടിച്ചിട്ട് പോയോന്ന്. എൻ്റെ ഫേസൊക്കെ ഒന്ന് ഭയങ്കര ഡള്ളായിരിക്കും, വേറെ ഒന്നും കൊണ്ടല്ല, ഹസ്ബൻഡിന് സുഖമില്ല, അതുകൊണ്ട് ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഫേസൊക്കെ വല്ലാതെ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നത്. പുള്ളി വന്ന് നോക്കിയതാണ് എന്നെ ഇവിടെ, ഞാനിവിടെ തന്നെ ഉണ്ടോ, വേറെ പോയോ, വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു ഇത് നമ്മുടെ ബ്യൂട്ടി പാർലറിലെ ചേച്ചിക്ക് എതിരായിട്ടുള്ള ആ ഒരു ആരോപണം. ഞാനും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വ്യക്തമായ തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഇനി ആരും ആ ചേച്ചിന് സൈബർ ബുള്ളിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളോ ചെയ്യാതെ ഇരിക്കുക. കാരണം അവർക്കൊരു ലൈഫുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ അലിഗേഷൻസ് ഒക്കെ പൂർണ്ണമായിട്ടും തെറ്റാണെങ്കിൽ അവരുടെ ബ്യൂട്ടി പാർലർ അവരുടെ വരുമാന മാർഗ്ഗമാണ്. നാളെ അതിൽ ഒരു കോട്ടം തട്ടിക്കഴിഞ്ഞാൽ അത് ഫിനാൻഷ്യലി മെൻ്റലി ഒക്കെ അവരെ തന്നെ ബാധിക്കുള്ളൂ. നമ്മൾ ഈ എന്താണ് ഇല്ലാത്തതും അറിഞ്ഞതും അറിയാത്തതും അവിടുന്ന് കേട്ടതും ഇവിടുന്ന് കേട്ടതും ചർച്ച ചെയ്യുന്നത് നമ്മളെ അത് ഒരു രീതിയിലും ബാധിക്കത്തില്ല, അത് അവരെ മാത്രമേ ബാധിക്കത്തുള്ളൂ. അതുകൊണ്ട് പോലീസ് മുംബൈയിലോട്ട് പോയിട്ടുണ്ട്. ആ മുംബൈയിൽ എത്തിക്കഴിഞ്ഞ് അവർ ആ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളും ന്യൂസ് ചാനൽ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ